ഏറ്റവും പ്രധാനം എന്ത് ചെയ്യരുത് എന്നതാണ്. വിപണിയിലെ അനുഭവത്തിൽ നിന്നുള്ള ഒരു പ്രധാന പാഠം, വിപണിയിലെ തകർച്ചയിൽ ഭയന്ന് നിക്ഷേപം വിറ്റുമാറുന്നത് വലിയ അബദ്ധമായിരിക്കും എന്നതാണ്. പാനിക്കിംഗ്, സെല്ലിംഗ് ആൻഡ് ഗെറ്റിംഗ് ഔട്ട് ഓഫ് ദ മാർക്കറ്റ് ഈസ് എ റോങ് സ്ട്രാറ്റജി. പ്രത്യേകിച്ച് മ്യൂച്വൽ ഫണ്ടുകളിലെ SIPകൾ നിർത്തുന്നത് വലിയ അബദ്ധമായിരിക്കും എന്നതാണ് മുൻകാല അനുഭവം. അതുകൊണ്ട് മ്യൂച്വൽ ഫണ്ട് SIPകൾ നിർത്തരുത്, തുടരണം. പറ്റുമെങ്കിൽ SIP തുക വർദ്ധിപ്പിക്കണം. SIPന്റെ പ്രധാന ആകർഷണം റുപ്പി കോസ്റ്റ് ആവറേജിംഗ് ആണെന്ന് ഓർക്കുക. വിപണിയിൽ വലിയ തകർച്ചയുണ്ടാകുമ്പോൾ കുറഞ്ഞ വിലകൾക്ക് നല്ല ഓഹരികൾ ലഭിക്കും, കൂടുതൽ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ ലഭിക്കും ഒരേ നിക്ഷേപത്തിന് തന്നെ. പിന്നീട് വിപണി ഉയരുമ്പോൾ ഈ കുറഞ്ഞ വിലകൾക്ക് വാങ്ങിയ നിക്ഷേപത്തിൽ നിന്ന് വലിയ നേട്ടമുണ്ടാകുന്നു. നിക്ഷേപത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ, പ്രത്യേകിച്ച് മ്യൂച്വൽ ഫണ്ട് SIPകളിൽ നിന്നുള്ള റിട്ടേണിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ഇത് പകൽ പോലെ വ്യക്തമാകും. ഒരു 3-4 വർഷത്തെ ദീർഘകാല നിക്ഷേപ കാഴ്ചപ്പാടുണ്ടാകണം എന്ന് മാത്രം. ഒരു വർഷത്തിനുള്ളിൽ മാജിക് ഒന്നും പ്രതീക്ഷിക്കരുത്. സോ ഡോണ്ട് പാനിക്, ഡോണ്ട് സെൽ ആൻഡ് ഗെറ്റ് ഔട്ട് ഓഫ് ദ മാർക്കറ്റ്. റിമെയിൻ ഇൻവെസ്റ്റഡ്. More importantly, continue with systematic investment plans in mutual funds.